മലയാള സിനിമയിൽ ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഷറഫുദ്ദീനാണ്. ഇപ്പോൾ എൻ്റെ കൂടെ റെഡ് കാർപ്പറ്റിലുള്ളത്. അപ്പോൾ വെൽക്കം ടു ദി ഷോ. സ്റ്റാർ ആൻഡ് സക്സസ് അവാർഡ്സ് 2025 ഭാഗമായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. എന്തൊക്കെയാണ് ഈ ഒരു അവാർഡിൻ്റെ പ്രതീക്ഷകൾ? നല്ല പ്രതീക്ഷകളാണ് എല്ലായ്പ്പോഴും. പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷകളാണ്. നന്നായിട്ട് വരും എന്ന് വിചാരിക്കുന്നു. ജനങ്ങൾ സാധാരണ നമുക്കറിയാം ഓരോ അവാർഡുകളും ഒരു ജൂറി പാനൽ എടുക്കുന്നു എന്നത് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജനങ്ങളുടെ ഒരു വോട്ടിങ്ങിലൂടെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനായിട്ടുള്ളത്? നല്ല കാര്യമാണല്ലോ. അപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ല. ജനങ്ങൾ നമ്മളെ സിനിമകൾ കാണുന്നവർ തന്നെ നമ്മളുടെ കഥാപാത്രങ്ങളുടെ ഇഷ്ടം അവർ കാണിക്കുന്നതല്ല. അത് ഭയങ്കര നല്ല കാര്യം. ഞാൻ വിചാരിച്ചു ഇതിലും ചെറുതായിട്ട് ആൻസർ ചെയ്യുള്ളൂ. ഇനി എന്താണ് പുതിയ സിനിമയുടെ വിശേഷങ്ങൾ? പുതിയതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല. പിന്നെ ഇനി ഇറങ്ങാനുള്ളത് ഡിയർ സ്റ്റുഡൻസും മെഡിക്കൽ മിറക്കിൾ എന്ന് പറയുന്ന സിനിമയാണ്. ആൻഡ് ഇവിടെ ഇന്നിപ്പോൾ ഈ ഒരു അവാർഡിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഗസ്റ്റ് അല്ല, വിന്നർ ആണോ വിന്നർ അല്ലയോ എനിക്കൊന്നും അറിയില്ല. എല്ലാം സസ്പെൻസ് ആണ്. അപ്പോൾ എന്തായാലും ഷോ എന്തായിട്ടും എൻജോയ് ചെയ്യാം.